എല്ലാവർക്കും സ്ട്രോബെറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഓസ്ട്രിയൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഓസ്ട്രിയയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമമായ ഹാൽസ്റ്റാറ്റിലേക്കാണ്. ഹാൽസ്റ്റാറ്റിൽ ഞങ്ങൾ ആദ്യമായി പോകുന്നത് സോൾട്ട് മൈനിലേക്കാണ്. അതിൻ്റെ പേര് സാൽസ്വെൽറ്റൻ എന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സോൾട്ട് മൈനാണ് സാൽസ്വെൽറ്റൻ. 7000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആദ്യമായി ഉപ്പ് ഖനനം ചെയ്തു തുടങ്ങുന്നത്. ഇപ്പം ഞങ്ങൾ ഹാൽസ്റ്റാറ്റിലെത്തി. താഴെ നിന്ന് ഞങ്ങൾ പോകുന്നത് ഫിനീക്കുലാർ റെയിൽവേയിലാണ്. അതിനുവേണ്ടിയുള്ള ടിക്കറ്റൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തു. 4 വയസ്സിൽ മുകളിലുള്ള കുട്ടികളെ മാത്രമേ സോൾട്ട് മൈനിലോട്ട് എൻട്രി അലൗഡ് ഉള്ളൂ. എല്ലാ 15 മിനിറ്റിലും ഫിനീക്കുലാർ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 4 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 യൂറോയും അഡൽട്ട്സിന് 22 യൂറോയുമാണ് ഫിനീക്കുലാർ റൗണ്ട് ട്രിപ്പിനും അതേപോലെ തന്നെ സോൾട്ട് മൈനിലേക്കുള്ള ഗൈഡഡ് ടൂറിനുമുള്ള പ്രൈസ്. 90 മിനിറ്റ്സ് ഗൈഡഡ് ടൂറാണ് സോൾട്ട് മൈനിലേക്കുള്ളത്. ഹാൽസ്റ്റാറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടൗണാണ്. അവിടെ ആകെ 800 ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഈ കാണുന്നത് ഫിനീക്കുലാർ റെയിൽവേയിൽ മുകളിലോട്ട് പോകുമ്പോഴത്തെ കാഴ്ചയാണ്. ഏകദേശം 3 മിനിറ്റിൽ ഞങ്ങൾ മുകളിലെത്തി. അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് ഒരു 15 മിനിറ്റ് നടന്നാൽ ഒരു ബിൽഡിങ്ങിലെത്തും. അവിടെ നിന്ന് നമ്മൾക്ക് തരുന്ന ഡ്രസ്സ് വെയർ ചെയ്തിട്ട് വേണം സോൾട്ട് മൈനിൽ പോകാൻ. നമ്മളുടെ ഡ്രസ്സിന് കേടുപാടുകൾ സംഭവിക്കാതെ ഇരിക്കാനാണിത്. അവിടുന്ന് വീണ്ടും കുറച്ച് മുന്നോട്ട് നടന്നാൽ ഈ കാണുന്ന സോൾട്ട് മൈനിൻ്റെ എൻട്രൻസിലെത്താം. നമ്മൾ ആദ്യം ഒരു ഗുഹയുടെ ഉള്ളിലൂടെയാണ് നടന്നു പോകുന്നത്. സൈഡിലുള്ള വാൾസിലും ഫ്ലോറിലുമൊക്കെ ഉപ്പിൻ്റെ അംശം ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ഗുഹയ്ക്ക് ഉള്ളിലൂടെ നമ്മൾ ഗ്രൗണ്ട് ലെവലിന് താഴോട്ടാണ് നടന്നു പോകുന്നത്. ഇങ്ങനെ കുറച്ച് ദൂരം നടന്ന് മുന്നോട്ട് പോകുമ്പോൾ 2 മൈനേഴ്സ് സ്ലൈഡ് ഉണ്ട്. ഒരെണ്ണം 20 മീറ്റർ ഡീപ്പാണ്, രണ്ടാമത്തേത് 80 മീറ്റേഴ്സ് ഡീപ്പാണ്. ഇതിലൂടെ സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകാം, അല്ലെങ്കിൽ സൈഡിലുള്ള സ്റ്റെയർസ് വഴി താഴോട്ട് നടന്ന് ഇറങ്ങാം. സ്ലൈഡിലൂടെ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് കാലത്ത് മൈനേഴ്സ് താഴോട്ട് പോകാൻ യൂസ് ചെയ്തിരുന്ന തടി കൊണ്ടുള്ള സ്ലൈഡ്സാണ് ഇതെല്ലാം. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 400 മീറ്റർ താഴെ എത്തി. നമ്മളുടെ ഗൈഡ് വളരെ നല്ലൊരു ലേഡിയായിരുന്നു. അവർ ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് വിവരിച്ചു തന്നു. ഇതുകൂടാതെ 3-4 വീഡിയോസും കാണിച്ചു തന്നിരുന്നു. സോൾട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നും എങ്ങനെ സോൾട്ട് ഫോം ചെയ്യുന്നു എന്നും ഇപ്പോൾ എങ്ങനെയാണ് സോൾട്ട് മൈൻ ചെയ്തെടുക്കുന്നതെന്നും ഒക്കെ ഉള്ള വിവരങ്ങൾ ഈ വീഡിയോയിൽ ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളാണ്. ഈ കാണുന്നത് 3000 വർഷങ്ങളിൽ അധികം പഴക്കമുള്ള ഒരു വുഡൻ സ്റ്റെയർ കേസാണ്. 2003 ഇത് കണ്ടെത്തിയത്. 3000 വർഷങ്ങൾക്ക് മുമ്പ് മൈനേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന വുഡൻ സ്റ്റെയർ കേസാണിത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വുഡൻ സ്റ്റെയർ കേസാണിത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു മൈൻ ട്രെയിനിലാണ് പുറത്തോട്ട് വന്നത്. ഇതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോൾട്ട് മൈനിൻ്റെ തൊട്ടടുത്തായി ഹാൽസ്റ്റാറ്റ് സ്കൈ വാക്ക് ഉണ്ട്. അവിടെ നിന്നാൽ ഹാൽസ്റ്റാറ്റിൻ്റെ ഒരു പനോരമിക് വ്യൂ
കിട്ടുന്നതാണ്. അത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഹാൽസ്റ്റാറ്റ് സോൾട്ട് മൈനും സ്കൈ വോക്കും എല്ലാം കൂടെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഏകദേശം 3 മണിക്കൂറിന് മേലെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഫ്യൂനിക്കുലാറിൽ താഴോട്ട് പോരുന്നു. ഞങ്ങൾ അവിടുന്ന് താഴെ ഇറങ്ങി ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം ബോട്ടിങ്ങിന് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെങ്കിൽ ആ സമയമായപ്പോഴേക്കും ബോട്ടിങ്ങൊക്കെ ക്ലോസായി. അത് കാരണം ഞങ്ങൾക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എല്ലാം കുറച്ച് നേരം നടന്ന് കണ്ടു. ഹോൾസ്റ്റാറ്റ് ലേക്കും അതിൻ്റെ പരിസരവും എല്ലാം ഞങ്ങൾ കുറച്ചധികം നേരം നടന്ന് കണ്ടു. ഇതായിരുന്നു ഞങ്ങളുടെ ഓസ്ട്രിയയിലെ 3-ാമത്തെ ദിവസം.